ഇതിന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിന് പിന്നാലെ സ്പീക്കറിന്റെ ചെയറിലേക്കെല്ലാം പേപ്പർ കീറി എറിഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധത്തിൽ ഇപ്പോൾ നടപടി എടുത്തിരിക്കുകയാണ്. 7 കോൺഗ്രസ് എംപിമാർക്കും ഒരു CPM എംപിയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുമ്പോൾ സസ്പെൻഷൻ നേരിട്ട ഹൈബിയുടെ എംപി മീഡിയയോടൊപ്പം ചേരുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അല്ല, വളരെ ജനാധിപത്യത്തെ പരിപൂർണമായി തകർക്കുന്ന നിലപാടാണ് പാർലമെന്റിന്റെ പ്രൊസീഡിങ്സിനും പ്രീസിഡൻസിനും മറികടന്ന് ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്ററും പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററും എല്ലാം നിരന്തരമായി അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നത്, അദ്ദേഹത്തിന് ന്യായവാദം ഉന്നയിക്കുന്നത് ഒരു ബുക്ക് കോട്ട് ചെയ്യാൻ പാടില്ല. മേജർ ആർമി ജനറൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ എഴുതിയ കാരവൻ എന്ന് പറയുന്ന മാഗസിനിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ പെൻഗ്വിൻ ബുക്സ് പബ്ലിഷ് ചെയ്യാൻ പോകുന്ന പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സർക്കാർ സമ്മതിക്കുന്നില്ല. വളരെ സെൻസിറ്റീവായിട്ടുള്ള മാറ്റർ എന്ന് പറയുമ്പോഴും രാജ്യ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഓതൻറ്റിക്കേറ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് നൽകിയതിന് ശേഷവും ഇന്ന് 6ാമത്തെ പ്രാവശ്യം പാർലമെൻറ്റിൽ സംസാരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അനുമതി നിഷേധിച്ച് ട്രഷറി ബെഞ്ചിൽ നിന്ന് BJPയിൽ നിന്ന് ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ശക്തമായി പ്രതിഷേധം വീണ്ടും ഉയർത്തിയത്. അതുവരെ അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന US താരിഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വിഷയങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, പ്രധാനമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിലാണ്, ആ സന്ദർഭത്തിലാണ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാനുള്ള അനുമതി നിഷേധിച്ചു. പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോയി അല്ല, പ്രതിഷേധം പാർലമെന്റിന്റെ അകത്ത് 245 എംപിമാർ ഇന്ത്യ അലയൻസിനുണ്ട്. അവരവരുടെ പ്രതിഷേധം കണ്ടിന്യൂ ചെയ്യും. പുറത്ത് ഞങ്ങൾ രാവിലെ 11 മണി മുതൽ മകർദ്വാറിൽ പ്രതിഷേധിക്കും. പാർട്ടി ഒറ്റക്കെട്ടായി, അലയൻസ് ഒറ്റക്കെട്ടായി ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പരിശ്രമിക്കുന്നത്. ഈ വിഷയം പൂർണ്ണമായും രാഹുലിനെ സംസാരിക്കാൻ അനുവദിക്കണം. അതുവരെ പ്രതിഷേധവും ശക്തമായ നടപടികൾ മുന്നോട്ട്. അതാണ് നിലവിൽ പാർട്ടിയുടെ തീരുമാനം. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ്. കാരണം ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, പാർലമെന്ററി പ്രൊസീഡിങ്സിനെ മുഴുവൻ തകർക്കുന്ന, കീഴ്വഴക്കങ്ങൾ, ട്രഡീഷൻസ്, കസ്റ്റംസ് എല്ലാം തകർക്കുന്ന പ്രതിപക്ഷ നേതാവിന് പോലും അവസരം ലഭിക്കുന്നില്ല എന്നുള്ളത് നിരാശാജനകമാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരും. അങ്ങനെ തന്നെയാണ് ഹൈബിയുടെ എംപി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് അവസരം നിഷേധിച്ചു. ആ അവസരം ലഭിക്കുന്നത് വരെ ശക്തമായ പോരാട്ടം തുടരുമെന്നതാണ് ഇപ്പോൾ ഹൈബിയുടെ എംപി മീഡിയയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധി എങ്ങനെയാണ് മുൻ കരസേനാ മേധാവി MM നരവനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉയർത്തി. ആ പരാമർശങ്ങൾ ഉയർത്തിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അടക്കം നേരിട്ട് വന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മുൻകാലങ്ങളിൽ രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവായി എത്തിയതിനു ശേഷമുള്ള പ്രസംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ പോലും രാഹുലിന്റെ പ്രസംഗം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇന്നലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. രാഹുലിനെ മുന്നോട്ട് പറയാൻ പോലും സമ്മതിക്കുന്നില്ല. സ്പീക്കറടക്കം സമാനമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു. ഇന്നും 2 മണിയോടുകൂടി നയപ്രഖ്യാപനത്തിലെ ചർച്ചകൾ പുനരാരംഭിച്ചപ്പോഴും രാഹുൽ തന്റെ പ്രസംഗം ഈ ഇന്ത്യ ചൈനയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് രാഹുൽ ഉയർത്താൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോഴും ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഭരണപക്ഷത്തിന് അനുകൂലമായ നിലപാടുണ്ടാകുകയും ചെയ്തു. രാഹുലിനെ അവസരം നിഷേധിച്ചുകൊണ്ട് മറ്റംഗങ്ങളിലേക്ക് സംസാരിക്കുവാൻ സ്പീക്കർ ക്ഷണിച്ചതോടുകൂടിയാണ് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയത്. പിന്നീട് ആ സ്പീക്കറിന്റെ ചെയറിലേക്ക് എല്ലാം പേപ്പറുകൾ കീറിയെറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു. അങ്ങനെ കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ച 8 എംപിമാർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ഈ സമ്മേളന കാലയളവിൽ അവർ സസ്പെൻഷനിലായിരിക്കും. പക്ഷേ തങ്ങളെ സസ്പെൻഷനിൽ നിർത്തിയാലും ബാക്കി 245 ഇന്ത്യ എംപിമാർ തങ്ങൾക്കൊണ്ട് അവർ ഈ പ്രതിഷേധം മുന്നോട്ട് പോകും. രാഹുൽ ഉയർത്തിയ വിഷയം കൃത്യമായി പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് ഇപ്പോൾ എംപിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജീന.